ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞാനിപ്പോൾ ഷിബുവിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത്. ഇന്ന് ചെറുകുന്ന് അമ്പലത്തിൽ ഉത്സവമാണ്. ഷിബുവിൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പം അവരെല്ലാം എത്തണത്രേ. അവരെല്ലാം എത്തിക്കഴിഞ്ഞിട്ട് അവരെ കാണിച്ചു തരാം. ഷിബു വരുന്നുണ്ട് ഗൈസ്. മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് നമ്മളിവിടെ കൂടിച്ചേർന്നിരിക്കുന്നത് ഷിബുവിൻ്റെ വീട്ടിലാണ്. ചെറുകുന്ന് അമ്പലത്തിൽ ഉത്സവം കൂടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും അങ്ങ് ആടുന്ന പോലെ തുടങ്ങാം. അങ്ങ് അത് സഞ്ജുക്ക കാണിക്കും. അത് സഞ്ജുക്ക, ഇത് സുഗുക്ക, ഇത് വിഷ്ണുക്ക, ഇത് പിന്നെ എല്ലാവർക്കും അറിയാലോ ഷിബു, ഇത് ശ്യാമ്, അമറു, അണ്ണനു, ആകാശു, മൈസെൽഫ്, സിദ്ധു. ഇവരെല്ലാരും ചെറുകുന്ന് അമ്പലത്തിൽ ഉത്സവത്തിന് കാണാം അല്ലെ? അങ്ങനെ ഷിബുവിന്റെ വീട്ടിൽ പലഹാരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഡ്രിങ്ക്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫുള്ള് സാധനങ്ങളെല്ലാം കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് അമ്പലത്തിലേക്ക് പോകുന്നതായിരിക്കും. അങ്ങനെ എല്ലാം റെഡിയായി. ഷിബു മുണ്ടിലാന്നുള്ളത്. അങ്ങനെ നമ്മളെല്ലാരും തിരിച്ച് അമ്പലത്തിലേക്ക് പോവുകയാണ്. ഷിബു ഫ്രണ്ടിൽ നടക്കുന്നു. നമ്മൾ പോവുകയാണ് ഗൈസ്. നടന്ന് പോവുകയാണ്. ഷിബു എടാ ഒന്ന് സൈഡ് വന്ന ഷിബുവിനെ മടക്കി കുത്തൊന്ന് കണ്ടൊന്നും കൂടി. മോനെ ഷിബുവിനെ മടക്കി കുത്തുന്നു ഗൈസ്. ഏതാ സാധനം ഗൈസ്. അങ്ങനെ നമ്മള് ചെറുകുന്ന് അമ്പലത്തിന്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുള്ളത്. ഫുള്ള് ആൾക്കാർ. കണ്ടില്ല ഗൈസ്, ഫുള്ള് ആൾക്കാരാണ്. എന്റെ മോൻ ഫുള്ള് ആള് നിറച്ച് നമ്മൾ നടക്കുന്നുണ്ട്. മുമ്പിൽ ശ്യാമ എല്ലാവരും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിന് മുമ്പിൽ എത്തിയിട്ട് കാണാം ഗൈസ്. ആണ് ഫ്രണ്ട്സ്, കരിമരുന്ന് പ്രയോഗം നടക്കാൻ പോകുന്ന സ്ഥലമാണിത്. അതിൻ്റെ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന അത്രേ. സംഭവം എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്രേ. കുറച്ച് ആൾക്കാർ തിരക്കാണെന്നില്ലേ ഗൈസ്? ഇത്ര തിരക്ക്. ആൾക്കാരെ മുട്ടിട്ട് നോക്കിയാൽ ആൾക്കാർ ഇങ്ങനെ പോവേന്ന്, ഇങ്ങനെ ഒഴുക്ക് പോലെ ഇങ്ങനെ പോവേന്ന് ആൾക്കാർ. ഇഷ്ടം പോലെ ആൾക്കാർ. അപ്പുറം മര്യാദക്ക് പോകാൻ വേണ്ടി വഴിയില്ലാത്തത് കൊണ്ട് സാഹസികമായി തുള്ളി കടന്ന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് ഗൈസ്. ഇതിനടുത്ത് ഞാനാണ് പോയെന്ന് ഗൈസ്. പൂണ്ട് പോകുന്ന ചളികളിലൂടെ നടന്ന് അപ്പുറത്തേക്ക് വഴിയില്ലാത്തത് കൊണ്ട് ഈ വഴി ഷോർട്ട് എടുത്ത് പോകുന്നതാ. ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട് അതിൽ. അങ്ങനെ പോകുന്നുണ്ട് ഗൈസ്. നല്ല ഇഷ്ടം പോലെ ആൾക്കാർ. ഇതെങ്ങനെയാണ് ഈ വഴിയില് ആൾക്കാർ പോകുന്നത്? എന്താ മോനെ, ഇങ്ങനെല്ലാം വഴിയുണ്ട് ഇവിടെ. സാധനം അതാ ശിവ, ഇതല്ലേ ഇത് വഴി. അമ്മ അങ്ങനെ കടന്ന് ചന്തേൻ്റെ സൈഡിലേക്ക് എത്തി ഗൈസ്. ഫൈനലി ഗൈസ്, ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ആന ഇടറിയെന്നാ തോന്നുന്നു. എന്റെ ദൈവം, എന്റെ മോനെ ആന ഇടറിയെന്ന ഒരു ചെറിയ അബദ്ധം പറ്റി. നമ്മള് മരണപ്രാളത്തിലാണ്. ആന ഇടറി പൊട്ടിയെല്ലാം പറഞ്ഞു നടന്നില്ല ഗൈസ്. ജീവനോടെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആൾക്കാർ ഇങ്ങോട്ടേക്കാണ്. ആന ഇടറിയ ലൈറ്റെല്ലാം ഓഫാക്കി. എന്നാ ഒളിച്ചാ മൊത്തം കളിക്കുന്നത്. ആന സീനാണ് ഗൈസ്. ഇവിടെ ആന ഇടറിയിട്ടാ ഉള്ളത്. ചെറുകുന്ന് അമ്പലത്തില് ലൈറ്റെല്ലാം ഓഫാക്കി. ലൈറ്റ് ഓൺ ആക്കി. ടെൻഷനാവുന്ന ഏതെല്ലോ ഭാഗത്ത് ആണ് ഇല്ലെന്നാ പറയുന്നത്. ഇപ്പൊ എല്ലാരും പാനിക് ആയിട്ടാ ഉള്ളത്. ഇത് എന്നാ ചെയ്യുക എന്താന്നുള്ളൊരു പിടിയുമില്ല ഗൈസ്. ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഈ വീഡിയോ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ട് എന്നാണ് അർത്ഥം. സോറി സോറി. എന്നാ പിന്നെ ഒരു ചെറിയ തിരുത്ത്. ഈ വീഡിയോ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ജീവനോടെ ഉണ്ട് എന്നാണ്. അല്ല, ഈ വീഡിയോ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ചത്തു. ഷിബുവിന്റെ ഒരു കോമഡി ഉണ്ട്. ഈശ്വര, ഒരാപത്തും വരല്ലേ.
നമ്മൾ ജീവനോടെ ഷിബുവിന്റെ വീട്ടിലെത്തി ഫുഡ് കഴിക്കുന്നത് നെയ്ച്ചോറ് ചിക്കൻ കറിയാണ് നമ്മളിത് കഴിക്കുന്നുണ്ട്. ആ എങ്ങനെയുണ്ട്, കഴിച്ചോ? എങ്ങനെയുണ്ട് സാധനം? എല്ലാവരും അടിപൊളി കഴിക്കലാണ്. നല്ല ഓട്ടം നമ്മൾ ഓടി, അതുകൊണ്ടാണ് നല്ല വിശപ്പുണ്ട്. എല്ലാവരും അടിച്ച് കഴിക്കുന്നത്. വിഷ്ണു സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടായി, ഞാൻ ഫസ്റ്റ് റൗണ്ട് ഉണ്ട്. അത്രേ നെയ്ച്ചോറ് ചിക്കൻ കറി ഷിബു വിളമ്പുന്നുണ്ട്. ശിവൻ തുടങ്ങിയതേ ഇല്ല, സഞ്ജു. നമ്മളിൽ ജീവനോടെ ഉണ്ടായത് എന്തോ ഭാഗ്യമാണ് ഗൈസ്. എങ്ങനെയോ ഓടി രക്ഷപ്പെട്ടെ. 9 മണിക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നെയാണ്. പെട്ടെന്ന് തന്നെ ഒരു കൂട്ടം ആൾക്കാർ ഓടി വരുന്ന ആ സൈഡിൽ നിന്ന്. അപ്പാന്ന് മനസ്സിലായത് ആന ഇടറി എന്നുള്ളത്. ആൾക്കാർ ഓടി രക്ഷപ്പെട്ട് നമ്മളെല്ലാവരും ഷിബുവിൻ്റെ വീട്ടിൽ ഓടി രക്ഷപ്പെട്ട് ഷിബു അങ്ങനെ ആനയുടെ തലക്കൽ കഴിഞ്ഞതിന് ശേഷം അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു. കരിമരുന്ന് പ്രയോഗം, അതും ചെറുകുന്നമ്പലത്തിന്റെ. യെസ് ഗൈസ്, വി ആർ വെയിറ്റിംഗ്. അത് ഷിബുവിനോട് ചോദിക്കാം. ഷിബു, എന്താ സംഭവം ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ശിവ സാർ ഒന്ന് പറഞ്ഞോളൂ, ഒന്നും കൂടി വിശദീകരിക്കാമോ? ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ശിവ സാർ പറയൂ. സംഭവം ചുരുക്കി പറയാം, നമ്മള് ഇവിടെ നേരത്തെ റെഡി ആയിട്ട് വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നിലവിലെ ആള് ഓടുന്നുണ്ടായി. അപ്പൊ അത് കണ്ടപ്പോ നമ്മള് എന്തോ നേരെ തിരിഞ്ഞ് ആന ചെറുങ്ങനെ അപ്പൊ നമ്മള് അപ്പൊ നീ എന്തിനാണ് ബാക്കിയുള്ളവരെ വിട്ട് ഓടിപ്പോയത്? മതമിളകി ആന കുത്താൻ വന്നാൽ നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാണോ ഈ നാഗന്റെ? നിങ്ങളിവിടെ നിൽക്കും, ഞാൻ പോയിട്ട്. സംഭവം കണ്ട ആളെ രീതിയില് എനിക്ക് തന്നെ സംഭവം തോന്നി. അവിടെ ഇത് ചെണ്ട കൊട്ട് കാരണം അടിഞ്ഞതാണോ? എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പൊ വളരെ പേടിപ്പെടുത്തുന്ന എന്താ നിമിഷങ്ങളായിരുന്നു. അതെ, ശരിക്കും എന്റെ അമ്മ അത് ആദ്യമായിട്ടാ കാണാം. വെടിക്കെട്ടിപ്പോ തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. പറശ്ശിനി മടപ്പുര നടത്തുന്ന വെടിക്കെട്ട്. ഇപ്പൊ എല്ലാം അടുത്ത കൺട്രോളിലാണ്. ആനയെ തളച്ചതിന് ശേഷം അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു. കരിമരുന്ന് പ്രയോഗം. ഇത് അവസാന ദിവസമാണോ? ആന വല്ല രീതിയിൽ അങ്ങനെ ഡാമേജ് ഒന്നും ഉണ്ടാക്കിയില്ല. എന്തെങ്കിലും ആളപായം? വെടിക്കെട്ടാണ്. അപ്പൊ കുറച്ച് ലാഗായി ആനേന്റെ മറ്റേ പ്രശ്നം കൊണ്ട് ലാഗ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന വെച്ചാൽ ഇതിന്റെ വെടിക്കെട്ടിന്റെ ആ ഒരു എൻഡിങ് പൊസിഷനാണ്. ആ ഒരു ലാസ്റ്റ് ഒരു പവർഫുൾ സംഭവം നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ അവസാനത്തെ എൻഡിങ് പോയിന്റ് നേരെ തന്നെയാണ് നിന്നിട്ടുള്ളത്. അതൊരു സംഭവമായിരിക്കും. അടിപൊളിയായിരിക്കും. ശേഷം സ്ക്രീനിൽ കരിമരുന്ന് പ്രയോഗം തുടങ്ങി. എല്ലാരും സൈഡായി ഗൈസ്. സൈഡെന്ന് എല്ലാവരും കാല് വേന എടുക്കുന്നു. 10-15 കിലോമീറ്റർ സൈഡായി. ഷിബു സൈഡായിട്ടില്ല, സ്റ്റിൽ ഓണാണ്. അമർ പബ്ജി ഓണാണ്. സഞ്ജു വെറുതെ ഇരിക്കുന്നതാണ്. ഞാനും വെറുതെ ഇരിക്കുന്നതാണ്. ഗൈസ് ആശാൻ എത്തിയിട്ടുണ്ട് ഗൈസ് രാവിലെ തന്നെ. ഗുഡ് മോർണിംഗ് സഞ്ജു. അങ്ങനെ അടക്കല്ലേ എടാ, എണീക്കട സഞ്ജു, കണ്ണ് തുറക്കൊന്ന്. അത് മറ്റേ മുട്ടേന്ന് പിന്നെ കോഴിക്കുഞ്ഞ് കണ്ണ് തുറക്കാണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊടുക്കുന്നത്. കണ്ണുറക്കാണ്ട് വർത്താനം പറയുന്നത്. അങ്ങനെ ഉത്സവമെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും വീട്ടിലെത്തി. വെടിക്കെട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാം ഇവിടെ കിടന്നു ഉറങ്ങുന്നതാണ് ഉണ്ടായത്. ഞാനും ഷിബുവും പോയിട്ട് വെടിക്കെട്ടെല്ലാം കണ്ട് പരിപാടിയെല്ലാം കണ്ട് വന്ന് കുറച്ച് രാവിലെ 7 മണിക്ക് ഒരു വെടിക്കെട്ടുണ്ടായിരുന്നു, 7:30. അതെല്ലാം കണ്ട് നമ്മൾ ഉറങ്ങിയിട്ടാ. ഞാനും ഷിബു ഉറങ്ങിയിട്ട്. ഇവരെല്ലാം നോക്കണം പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നത്. അല്ല, ഉറങ്ങിയിട്ട് ഇപ്പൊ എണീക്കുന്നില്ല എന്നിട്ട്. അപ്പം ഇങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. നമ്മള് കണ്ടെല്ലാം കഴിഞ്ഞപ്പോൾ ഓരോ ആളായിട്ട് ഇപ്പം പോവാനുള്ള പ്ലാനിങ്ങിലാണ്. ഫസ്റ്റ് ടോക്കൺ നമ്പർ ശ്യാം ഓൾറെഡി വീട്ടിൽ പോയി. ഇതാണ് നെക്സ്റ്റ് ടോക്കൺ നമ്പർ വിഷ്ണു. പോലയില്ലേ ചെറുകുന്നമ്പലത്തിലെ ഉത്സവം അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി പരിപാടിയും കാര്യങ്ങളല്ലായിരുന്നു. പക്ഷെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറുകുന്നമ്പലത്തിൽ ആന ചെറുതായിട്ടൊന്ന് ഇടഞ്ഞു. അതുകൊണ്ട് ഫുള്ള് പണി പാളി. പിന്നെ അതിനെ കൊണ്ട് കുറേ കളിച്ചു. ലാസ്റ്റ് അതിനെ കയറ്റി അങ്ങ് വിട്ടു ആനേന.
അതിനുശേഷമാണ് കരിമരുന്ന് പ്രയോഗമെല്ലാം ഉണ്ടായത്. അതും കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം ഗെയിം കളിച്ചതിന് ശേഷം ഒരു ടീം ഉറങ്ങാൻ പോയി. ഞാനും ശിബു ഒന്നും കൂടി അമ്പലത്തിന് അങ്ങോട്ട് നടന്ന് രാവിലത്തെ 7:30 വെടിക്കെട്ട് എല്ലാം കഴിഞ്ഞ് എല്ലാ ഉത്സവം കഴിഞ്ഞ് വീട്ടിലെത്തി. ശിബുവിൻ്റെ വീട്ടിൽ നിന്ന് ചായയും പലഹാരം എല്ലാം കഴിച്ച് ഞാനങ്ങ് തിരിച്ചു വന്ന് എല്ലാവരും അവരവരെ വീട്ടിലേക്ക് പോയി. അപ്പം ഇതാണ് ഇന്നലെ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് പറയുന്നത് ആനയുടെ തന്നെയാണ്. പക്ഷേ ഉത്സവം കൂടി എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേർന്ന് നല്ലൊരു ഫണ്ണായിരുന്നു. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ. കണ്ടാൽ ഞാനൊരു സുന്ദരന, ഈ നാട്ടിലെ കിന്നര കോമണന.